ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇന്നത്തെ വീഡിയോ തന്നെ കേട്ടോ. സംഭവം വോട്ട് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഞാൻ ഒരട്ടല്ല കേട്ടോ വോട്ട് ചെയ്യുന്നത്, രണ്ടാം പ്രാവശ്യം കേട്ടോ. അപ്പോൾ ആദ്യം ഒരട്ടം വോട്ട് ചെയ്തൊരു പരിചയം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും രണ്ടാം വട്ടം ആയാലും എന്താ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു മെനക്ക് പോകണ്ടേ, ഉറക്കത്തിൽ നീച്ച മാതിരി പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലെ നീച്ച് വേഗം പണികളെല്ലാം കഴിച്ചിട്ടാ. പിന്നെ കുളി കഴിഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സ് ഇസ്തിരിടുക കേട്ടോ. അത് സംഭവം എന്താ വെച്ചാൽ കോട്ടൻ്റെ ടോപ്പാട്ടോ. അപ്പോൾ ഇങ്ങനെ ആകെ ചുക്കി ചൊല്ലും കൊണ്ടേ. അപ്പോൾ പിന്നെ ഒന്ന് ഇസ്തിരിട്ടൊരു മെനക്ക് പോകാൻ കരുതിയിട്ടാണ്. അത് പാകത്തം എനിക്ക് അടിച്ചെന്നീന്ന്. അങ്ങനെ പിന്നെ ടോപ്പൊക്കെ ഇസ്തിരി ഇട്ടൊന്ന് മാറ്റി ഒരുങ്ങി പോകാൻ കരുതി. മറ്റേ ആൾക്കാർ കൂടുന്നിടത്തല്ല നമ്മളല്ല തൽക്കണി കവർന്നെടുത്ത ഡ്രസ്സും അവർക്കത്ത് നീച്ച മാതിരിയുള്ള കോലും അതൊന്നും വേണ്ട, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. അപ്പം ഒന്നും മെനക്കൊരുങ്ങി പോവാന്നൊക്കെ കരുതിയിട്ട് ഇസ്തിരി ഇടട്ടെ. ലാലുവിൻ്റെ മാറ്റൽ ഒരുക്കൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ലാലു ഇങ്ങനെ പറയുന്നുണ്ട് വേഗം വേഗം, കാരണം ഞാൻ പറഞ്ഞിന് 7 മണിയാകുമ്പോൾ പോകാൻ, കാരണം അപ്പം ഒന്നും വല്ലാതെ തിരക്കുണ്ടാവില്ലല്ലോ. പിന്നെ പണി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 8 മണിയായി തുടങ്ങിയേക്കണം കേട്ടോ. പിന്നെ ലാലു നീച്ച് ലാലുവിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരെ ആയിക്കണം. അപ്പോൾ ഞാനും വേഗം ഇസ്തിരി ഇടലൊക്കെ കഴിഞ്ഞ് വേഗം കുളിച്ച് പിന്നെ ഒരു പൗഡറും കൺമശൊക്കെ ഒന്ന് ഇടാൻ കരുതിയിട്ടാ. ഉറക്കപ്പിച്ചായി തോന്നരുതല്ലോ, മുഖം കണ്ട് നമ്മൾ ഉറക്കത്തെ നീച്ച് വരികയാണെന്നൊന്നും തോന്നരുത്. കാരണം രാവിലെ ആകുമ്പോൾ തന്നെ നമ്മളെ മുഖം ഒരു മാതിരി അല്ലേ കാരണം. അപ്പോൾ പിന്നെ എന്താ പോവാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടാ. പിന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ലാലുവിൻ്റെ പണ്ടത്തെ ഫോട്ടോ കണ്ടിട്ട് ചെറിയ വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതും പിന്നെ എൻ്റെ പേപ്പർ ഉണ്ടാവില്ല നമുക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന സ്ലിപ്പ് ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ കൂടെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നിട്ട്. എന്നിട്ട് എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ലാലുവിനെ വിളിച്ചിട്ട് ലാലുവിൻ്റെ വരുന്നതാണല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ മാറ്റിൽ ഒരുക്കൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ആളെ കണ്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ച് നോക്കണ്ട. അതിൻ്റെ ബാക്കിൽ എഴുതിയതൊക്കെ അങ്ങനെ ഇരുന്ന് വായിച്ചു നോക്കട്ടോ, അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അതിൻ്റെ ബാക്കിൽ അഡ്രസ്സ് ലാലുവിൻ്റെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് നോക്കിയിരുന്നു. പിന്നെ വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ, പണികളൊക്കെ കഴിഞ്ഞും ചെയ്തിരുന്നു. ഇതിപ്പോൾ പണ്ടറിഞ്ഞ മാതിരി എൻ്റെ കേട്ടോ എപ്പോഴും വൈകും. ഇതിപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞ് ഒരുങ്ങി വന്നിട്ട് ലാലുവിൻ്റെ ഒന്നും ആയിട്ടില്ല കേട്ടോ. മാറ്റിലൊരുക്കൊക്കെ കഴിഞ്ഞിരിക്കണം, വെറുതെ ആൾ തട്ടിമുട്ടി അവിടെ നിൽക്കട്ടെ. അപ്പോൾ പിന്നെ എന്തൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ആൾ കണ്ട് വരുന്നില്ല. വന്നോക്കി പോയിട്ട് അതാ വരുന്നത് പറഞ്ഞിട്ട്. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ അങ്ങനെ വിളിച്ചിട്ട് വരി പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് പിരാന്ത് പിടിച്ചിരിക്കണം കേട്ടോ. അതാട്ടാ വന്നോക്കി പോണത്. ഞാൻ കൊലയും വന്നിട്ട് ഇങ്ങനെ വിളിച്ചിറക്കുക, വരി വേഗം പോയി വേഗം വോട്ട് ചെയ്ത് വരാം, നിങ്ങൾക്ക് കടയിൽ പോകാലാന്ന് എഴുതിയിട്ടാ. കാരണം ലാലുവിനെ കട ഉണ്ട്. പിന്നെ വെട്ടൊന്നും കാണാനില്ല. പോയി നോക്കിയപ്പോൾ എന്താ ആൾ ചായ അടിച്ചിരിക്കട്ടെ അവിടെ. അപ്പോൾ ചായൻ്റെ ഇടയിലും കുടിച്ചിട്ട് പറഞ്ഞ് ഇരിക്കണം. അപ്പോൾ ഇങ്ങോട്ട് കൊലയുമ്പോൾ കണ്ട് വരുന്നതാണല്ലേ. അപ്പോൾ എല്ലാം പോയി നോക്കിയത് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ച് സെറ്റാക്കി ടേബിളിൽ വെച്ചതേന്ന്. എന്നാൽ വേഗം കുടിച്ച് കടയിൽ പോകാമെന്ന് എഴുതിയിട്ട് വരാനായിട്ട് പോയി നോക്കിയപ്പോഴല്ല കാര്യം മനസ്സിലായത്. ചായ ആദ്യം കുടിച്ചായിരുന്നു കേട്ടോ. അതിന് പിന്നെ ചായൻ്റെ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോയി നിന്നിട്ട് ഇവിടെ മേലെ സ്കൂളിൽ വെച്ചിട്ട് ചെയ്തിട്ടാ. പിന്നെ പോണ വഴിക്ക് കുറേ പോസ്റ്ററും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് എല്ലാ അലങ്കാരപ്പണികളൊക്കെ നടന്നിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും സ്കൂളിൽ എത്തിയിട്ടാ. അങ്ങനെ സ്കൂളിലെത്തിയപ്പോൾ അല്ലാതെ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് വണ്ടി ഒക്കെ കാണാണ്ട് കിട്ടും. അപ്പോൾ ഞാൻ കരുതി അൽഹംദുലില്ലാ തിരക്കൊന്നുമില്ല, അല്ല വേഗം കഴിഞ്ഞ് പോരാലെന്നൊക്കെ കരുതിയിട്ടാ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും. അപ്പോൾ പിന്നെ ലാലുവിൻ്റെ ഒക്കെ ലാലുവിനും കൊടുത്ത് എൻ്റെ ഒക്കെ ഞാനും കൊണ്ട് വേങ്ങിയിട്ടാ. അങ്ങനെ രണ്ടാളെ ഫോട്ടോ കാണണം, അടാറ് കോമഡി ആയിട്ട് ഒരുമാതിരി വല്ല എന്താ പറയുക അച്ചാളം മാതിരി ഇട്ടാ. അങ്ങനെ പിന്നെ ലാലു ആ സൈഡിലും നിന്ന് ഞാൻ ഈ സൈഡിലും നിന്നിട്ടാ. ഞാൻ പെണ്ണുങ്ങളെ വരില്ല, ലാലു ആണുങ്ങളെ വരില്ല. അങ്ങനെ പിന്നെ അപ്പുറത്തും അതെ വേറെ വാർഡത്തോരതാട്ടോ ആ സൈഡിൽ. പിന്നെ അവിടെ എല്ലാം തിരക്കാട്ടാന്ന്. പിന്നെ ഞങ്ങൾ വാർഡിലൊന്നും അത്ര വലിയ തിരക്കില്ല. അങ്ങനെ പിന്നെ ലാലു ഏതായാലും വോട്ട് ചെയ്യാൻ വേണ്ടി കയറിയിട്ടാ. ലാലുവിന് പിന്നെ വേഗം കയറാൻ പറ്റിയ ആണുങ്ങൾ അവിടെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്ത് കണ്ട പെരുഞ്ചാതി ജനങ്ങളും ഉണ്ട്. അവിടെ എന്തോ കാര്യമായിട്ടൊരു തല്ല് നടന്നിക്കണം കേട്ടോ. അവിടെ ഒച്ചപ്പാട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നിട്ട് ഞാൻ, കാരണം കുറച്ച് നേരമായി വരി നിൽക്കൽ തുടങ്ങിയിട്ട്. 7 മണിക്ക് വോട്ട് ചെയ്യാൻ വരണമെന്ന് കരുതിയതാണ്. 8 മണിയായിട്ടും 8:30 ആയിട്ടാട്ടെ ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കാര്യമായിട്ട് വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ലാലുവിൻ്റെ ഫോട്ടോയിലൊക്കെ കഴിഞ്ഞ് ലാലു ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ലാലു പോയൊക്കെ പോയതാട്ടെ. എന്തോ ഒരു സംഭവമാണ് അവിടെ, കാര്യമായിട്ട് ഒച്ചപ്പാടും ഒക്കെ കേൾക്കാണ്ട്. ലാലു അങ്ങനെയാണ് പോവുകയും ചെയ്ത്. പിന്നെ എനിക്ക് പിന്നെ നിന്ന് ഊരെ വേദനിച്ചിട്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നിട്ട്. പിന്നെ ഈ പച്ച ചുരിദാർ ഇട്ടമ്മ രാവിലെ പോയിക്കണം കേട്ടോ. അമ്മക്ക് അവിടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അമ്മ അങ്ങനെ പോയതേന്ന് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 3 ആൾക്കാരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് 4ാമത്തെ ആളാണ്. പിന്നെ വേജാറ് തുടങ്ങിയിട്ടാ. പിന്നെ 2 ആളായി. പിന്നെ നമ്മളാണല്ലോ എന്നുള്ള വേജാറായിട്ടാ. അങ്ങനെ പിന്നെ എൻ്റെ ഒരു സമയം എത്തി തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ബേജാറായിട്ട് ഒരട്ടം ചെയ്തിരിക്കണം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഭയങ്കര ബേജാറായിക്കാരല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും വോട്ടൊക്കെ ചെയ്ത് ഇറങ്ങി. പിന്നെ 2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാ. അതിന് പിന്നെ പോരുന്ന വയ്ക്കുന്നത് അപ്പുറത്തെ വാർഡത്തോരതാട്ടാ. അമ്മ അതിൽ തിരക്ക് കാണുക. അങ്ങനെ ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ തട്ടാം. പിന്നെ വോട്ട് ചെയ്ത പുലിവിൽ വേഗം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ വേഗം പെരേക്ക് പോരാന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ ലാലു വണ്ടി തിരിച്ചിട്ട് വേഗം കയറുകയാണ്. കാരണം വണ്ടിയിൽ കയറിയിരുന്നിട്ടും എനിക്ക് എൻ്റെ കൈമത്തെ വിരലുമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പൂതിയിടല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറായിക്കാരല്ലോ, അന്നത്തെ കൂടെ ഒരു കാളലേക്കാരം. പക്ഷെ ആ അങ്ങനെ നഖത്തുമ്പോൾ അങ്ങനെ മഷി ഇങ്ങനെ തേച്ച് വരുമ്പോൾ എന്തോ സംഭവം വലിയ എന്തോ കാര്യം നേടിയെടുത്താൽ മാതിരി ഒരു ഫീൽ ആയിക്കാരല്ലോ. അങ്ങനെ പിന്നെ മഷിയൊക്കെ തേച്ചും അങ്ങനെ ഞങ്ങൾ പോകുന്നിട്ടാ. പോരുന്ന വൈക്കൊക്കെ നല്ല കാര്യമായിട്ട് അലങ്കരിച്ചിരിക്കണം കേട്ടോ. എന്തായാലും ആര് ജയിച്ചു നമുക്ക് കണ്ടറിയാം.
അങ്ങനെ പിന്നെ എന്തായാലും ഇവിടെ ലാലൂട്ടൊക്കെ ലീഗിൻ്റെ ആൾക്കാരട്ടെ. അപ്പോൾ ലാലു ഉമ്മയൊക്കെ പറയുന്നത് ലീഗിനെ കുത്തണം. അപ്പോൾ ഞാൻ ലാലുവിനോട് പറഞ്ഞു ഞാൻ ലീഗിനെ കുത്തണം വെച്ച് എന്തെങ്കിലും ഒരു ഉപകാരമായിട്ട് എന്തെങ്കിലും വെച്ച് വേണമെന്ന് അറിയുന്നിട്ടാ. അപ്പോൾ ലാലുവിനോട് പറഞ്ഞു നമുക്ക് ചായ അടിച്ചാൻ പോകാനിട്ട്. ഇപ്പോൾ തൽക്കാലം ചായ അടിച്ചാൻ പോകാണ്. കാരണം ലാലുവിന് നേരമില്ല. അങ്ങനെ കഴിഞ്ഞുള്ള അതേമാതിരി വോട്ട് ചെയ്തിട്ട് എനിക്ക് സീലെടുത്ത് തന്നീന്ന് കേട്ടോ ടോപ്പ് അടിച്ചാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ സീല ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ സീലെടുക്കാനൊന്നും നേരമില്ല, നമുക്ക് അത് ചായ അടിച്ചാൻ പോകാം, പിന്നെ നോക്കാം നമുക്ക് സീലാറിട്ടാ. അങ്ങനെ പിന്നെ പോയിട്ടാ സീലെടുത്ത് പിന്നെ എന്താ വെച്ചാൽ പാങ്ങത്തെ അമ്മ അടിച്ചു തരും. അങ്ങനെ അടിച്ചാട്ടെ ഈ മഞ്ഞ ടോപ്പ്. അങ്ങനെ അതേമാതിരി ഞങ്ങൾ മാർക്കറ്റിനുള്ളിൽ പോയിട്ടാ. അപ്പോൾ അവിടെ ആണെങ്കിലും വല്ലാതെ കടകളൊന്നും തുറന്നിട്ടില്ല, ആളും മനുഷ്യനൊന്നും ഇല്ല കേട്ടോ. കാരണം ഒക്കെ വോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കല്ലേ. എന്നാലും ചില കടകൾ തുറന്നിട്ടുണ്ട്, ചിലത് തുറന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ടാ. ലാലുവിനാണെങ്കിലും വേഗം കടയിൽ പോകണം, കാരണം അവിടെ വേറൊരാളുണ്ട്, കട തുറക്കാൻ ഒരാളുണ്ട്, പക്ഷെ ആൾക്ക് വോട്ട് ചെയ്യാൻ പോകണ്ടേ. അങ്ങനെ പിന്നെ പോരുന്ന വൈക്കതാ മാർക്കറ്റിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ മുല്ലപ്പൂ കച്ചവടക്കാരുണ്ട്, പണിക്കവനൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാലു ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി നടന്നു, പക്ഷെ അവിടെ ഒന്നും ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴത്തേനെ ഒരു ഹോട്ടൽ തുറന്നിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ലാലു പണ്ടത്തെ കടയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെ ലാലു പറയുന്ന ഏതോ ഒരു കാക്കാന കടയിട്ട. അപ്പോൾ അവിടെ പോയിട്ട് നെയ്വടിയും ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, പക്ഷേ നെയ്വട കണ്ടപ്പോൾ ഒരു പൂതി. പിന്നെ ഈ സ്കൂളിൽ നിന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിന്ന്, അങ്ങനെ പ്രാവശ്യം വേറെ സ്കൂളിൽ വെച്ചിട്ടേന്ന്, ഇവിടെ മേലെ സ്കൂളിൽ നിന്ന്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ അങ്ങനെ പോകണം വയ്ക്കും സ്കൂളുകളിലൊക്കെ ഇതേമാതിരി ഇങ്ങനെ വോട്ടിൻ്റെ പരിപാടികളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം പെരേക്ക് പോകുന്നിട്ടാ. ഞാൻ പിന്നെ 7 മണിക്ക് തന്നെ പോകണം എന്നൊക്കെ കരുതിയെന്നിട്ടോ. പിന്നെ പണിയും കൂടി മാറ്റലൊരുക്കാൻ കഴിഞ്ഞാൽ 8:30 പിന്നെ 9 മണിയായപ്പോൾ വോട്ട് ചെയ്ത് വന്നിട്ട് പിന്നെ അങ്ങനെ ചായ അടിച്ചിട്ടാലും കടയിൽ പോയി.